വടക്കേക്കര തറവാട്ടിലെ ശാപങ്ങളൊക്കെ തുടങ്ങിയത് സാവിത്രിക്കുട്ടി ജനിച്ചതിന് ശേഷാത്രേ. എല്ലാരും പറഞ്ഞു പറഞ്ഞ് അതൊരു വിശ്വാസമായി. അവളെ പ്രസവിച്ച സുഭദ്ര പിന്നെ കണ്ണു തുറന്നില്ല. പെറ്റിട്ട കുഞ്ഞിന്റെ മുഖം ഒന്ന് കാണാൻ അമ്മയ്ക്ക് വിധിയുണ്ടായില്ല. ചോറൂണിന്റെ അന്ന് അച്ഛൻ മരിച്ചു. മുമ്പേ ഒരു ആസ്മാരോഗിയായിരുന്നു അയാൾ. എന്നിട്ടും കുടുംബക്കാരുടെ വർത്തമാനത്തില് അത് സാവിത്രിക്കുട്ടിയുടെ ജന്മദോഷമായി. പിന്നീട് അങ്ങോട്ട് വടക്കേക്കര തറവാട്ടിൽ ഒരു പശുവിന് സൂക്കേട് വന്നാൽ, അച്യുതേട്ടൻ ഒരു കേസിൽ തോറ്റാൽ, ആ പറമ്പിൽ ഒരു കാക്ക ചത്തു വീണാൽ എല്ലാം സാവിത്രിക്കുട്ടിയുടെ ജന്മദോഷം. സ്വന്തം ദുർവിധികളുടെ നേർക്ക് ചിരിക്കാൻ മാത്രം പഠിച്ച കൊച്ചു സാവിത്രിക്കുട്ടി എല്ലാവർക്കും ഒരു ചതുർത്ഥിയായിരുന്നു. അച്യുതേട്ടൻ ഇഷ്ടമല്ലായിരുന്നിട്ടും അന്നൊക്കെ ലക്ഷ്മിയമ്മയുടെ കയ്യും പിടിച്ച് ഇടയ്ക്കിടയ്ക്ക് അവളെന്നെ കാണാൻ വരും. കൂട്ടുകൂടാൻ പ്രായത്തിലുള്ള കുട്ടികൾ വരെ അറച്ചു നിന്നപ്പോ ഞാൻ അവൾക്ക് കളിക്കൂട്ടുകാരനായി. പിന്നെ വളർന്നപ്പോ സംഗീതം പഠിപ്പിക്കുന്ന ഗുരുവായി, അവളുടെ ഉണ്ണിമാമയായി. അന്ന് അവളുടെ കൂടെ സംഗീതം പഠിക്കാൻ എന്റെ അകന്ന ചാർച്ചയിൽപ്പെട്ട ഒരു അനന്തരവനുണ്ടായിരുന്നു, മിടുക്കൻ ഹരികൃഷ്ണൻ. സംഗീതമാവാം അവരെ തമ്മിൽ അടുപ്പിച്ചത്. പിന്നെ അറിഞ്ഞോ അറിയാതെയോ ഞാനും. അവരൊരുമിച്ച് ജീവിക്കുന്നത് കാണാൻ മറ്റാരേക്കാളും കൂടുതൽ കൊതിയുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ദൈവനിശ്ചയം മറിച്ചായിരുന്നു. ജാതകങ്ങൾ ചേർന്നില്ല. പടിപ്പര കടന്ന് സാവിത്രിക്കുട്ടിയുടെ ശാപം പിന്നെയും അവളെ തേടിയെത്തി. ഹരികൃഷ്ണൻ വിഷം തീണ്ടി മരിച്ചു. നാട്ടുകാർക്കും വീട്ടുകാർക്കും സാവിത്രിക്കുട്ടി പിന്നെയും ദുശകുനമായി. ആയിടയ്ക്കാണ് എഞ്ചിനീയറായ സൂര്യനാരായണൻ തലമാറ്റം കിട്ടി ഇവിടെ എത്തിയത്. എൻ്റെ ഒരു പഴയ സുഹൃത്തിന്റെ മകൻ. കുറച്ചുനാൾ എന്നോടൊപ്പം അയാൾ ഈ വീട്ടിൽ തങ്ങി. സാവിത്രിക്കുട്ടിയെ അയാൾ ശ്രദ്ധിച്ചു. അവളുടെ കഥകൾ കേട്ടപ്പോ സഹതാപം തോന്നിക്കാണണം അയാൾക്ക്. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അവൾക്കൊരു ജീവിതം കൊടുക്കുവാൻ അയാൾ തയ്യാറായി. ആദ്യമൊക്കെ എതിർത്തെങ്കിലും ഞാൻ നിർബന്ധിച്ചപ്പോ ഒടുവിൽ സാവിത്രിക്കുട്ടിയും സമ്മതിച്ചു. അമ്മയുടെ അനുവാദം വാങ്ങി അമ്മയെയും കൂട്ടിക്കൊണ്ടു വരാമെന്ന് പറഞ്ഞ് പോയതാണ് അയാൾ. പക്ഷേ സാവിത്രിക്കുട്ടിക്കൊരു ജീവിതവുമായി സൂര്യനാരായണൻ മടങ്ങി വന്നില്ല. ബോംബെയിൽ എവിടെയോ വെച്ച് ഒരു ആക്സിഡന്റ്. അവളുടെ ശാപങ്ങളുടെ പട്ടികയിൽ അതുകൂടി എഴുതി ചേർത്തു നാട്ടുകാർ. എന്റെ മോൾ ഇപ്പോഴും കരയുന്നു. വടക്കേക്കര തറവാടിന്റെ തകർച്ച മുതലെടുത്ത്, അവളുടെ വിധിയെ മുതലെടുത്ത്, അവളെ വേട്ടയാടുന്ന ആ തമ്പുരാന്റെ കൈകളിൽ രക്ഷപ്പെടാൻ. അപ്പോ ആ തമ്പുരാൻ സാവിത്രിക്കുട്ടിയുടെ ആരുമല്ല, അവൾക്ക് കിട്ടിയ പുതിയൊരു ശാപമാണ് ആ തമ്പുരാൻ. അതിന്റെ ജീവിതം ഇനി എന്നും ഇങ്ങനെ? ഒരിക്കലും ഇതിനൊരു മാറ്റം ഉണ്ടാവില്ലേ? ഈശ്വരൻ വിധി എഴുതുന്നത് കടലാസിലോ കരികല്ലിലോ അല്ലല്ലോ, മായ്ക്കാനും മാറ്റാനും. വിശ്വസിക്കാൻ പറ്റുന്നില്ല, സഹിക്കാനും. എല്ലാ ഐശ്വര്യങ്ങളുമുള്ള ഒരു ദേവിയാണെന്നാ വിചാരിച്ചത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ദേവി. ആദ്യം കണ്ടപ്പോ മുതല് അങ്ങനെ കരുതിയിട്ടുള്ളൂ മനസ്സിൽ. ആരാധിച്ചു പോയി അറിയാതെ. പാട്ട് കേട്ടപ്പോ എന്നെ തന്നെ മറന്ന് അവിടെ കയറി വന്നത് തെറ്റാണ്, അറിവില്ലായ്മ. ദേവി, രക്ഷപ്പെടണമെന്ന് തോന്നിയിട്ടില്ലേ? രക്ഷപ്പെട്ടൂടെ? സുഹൃത്തുക്കളെ, ഇതാ മേശപ്പുറത്തിരിക്കുന്ന 4 സോഡാക്കുപ്പികൾക്ക് മുകളിലായി തന്റെ സൈക്കിൾ നിർത്തി അതിനു മുകളിൽ നിന്നുകൊണ്ട് സ്വന്തം ജീവനെ പോലും വകവയ്ക്കാതെ ശ്രീമാൻ ശംഖു കാഴ്ചവെക്കുന്ന സൈക്കിൾ ബാലൻസിംഗ് പരിപാടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൈക്കിൾ അഭ്യാസ പ്രകടനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അപകടം നിറഞ്ഞതുമായ ഒരു ഇനമാണ് വിജയകരമായി ഇവിടെ അവതരിപ്പിക്കുന്നത്. ആ കുട്ടികളെ ചേർന്നത് കൈയടിച്ച് ഒന്നുമില്ല. ഇങ്ങനെയൊന്നും അബദ്ധം സംഭവിക്കാത്താണല്ലോ നിനക്ക്?
എത്രയായി? സാവിത്രി ഉറങ്ങണില്ലേ? അമ്മമ്മ തിരക്കണുണ്ടായിരുന്നു. അത്താഴം കഴിച്ചില്ലല്ലോ ഇന്ന്. വിശപ്പ് തോന്നാഞ്ഞിട്ടാ. എന്താ ആലോചിക്കണത്? ഒന്നുമില്ല. പത്മിനി കിടന്നോളൂ, ഞാൻ വന്നോളാം. എന്താ? ഞാൻ കുറച്ച് കാശ് തരാൻ വന്നതാ. വാടക. ഇന്നലെ സൈക്കിളിൽ നിന്ന് വീണു കേട്ടു. എന്തെങ്കിലും പറ്റിയോ? ഒന്നും പറ്റിയില്ല. കങ്കട്ടുകാര് വീഴുവന്നേ. നിക്കു കേട്ടോ, ഞാൻ കുടിക്കാതിരി സംഭാരം എടുത്തോണ്ട് വരാം. കങ്കട്ടുകാര് വീഴുവാ? ചിലപ്പോ വീഴും, പക്ഷെ ഒന്നും പറ്റില്ല. ആരാധിക്കുന്ന ഒരു ദേവിയുണ്ട്, എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു ദേവി. കൺകെട്ടുകാരനെയും ആ ദേവി കാത്തു രക്ഷിച്ചോളൂ. എന്തെങ്കിലും ഒരു കൺകെട്ട് കാണിക്കോ? ഞങ്ങൾക്കൊന്ന് കാണാനാ. അവിടെ വന്ന് കാണാൻ അച്ഛൻ സമ്മതിക്കില്ല. കുട്ടികളുടെ ആഗ്രഹമല്ലേ, എന്തെങ്കിലും ഒന്ന് കാണിക്കൂ. കാണിക്കാം, ഒന്ന് കാണിക്കാം, കാണിക്കാം. എന്താ ഇപ്പൊ കാണിക്കുന്നത്? കാണിക്കുന്നേ. എന്താ ഇത്? ആണോ? ഇപ്പൊ നോക്കിക്കോണേ. ദേവി, ഇതങ്ങനെ ആർക്കും കൊടുക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ലേ ആരാധിക്കുന്ന ഒരു ദേവി ഉണ്ടെന്ന്. ആ ദേവിക്കുള്ളതാണ് ഈ മാല. ശരി, വരട്ടെ. നീ ഇങ്ങനെ വാശി പിടിക്കരുത്. തമ്പുരാന്റെ സ്വഭാവം അറിയാലോ. എല്ലാം വരുത്തി വെച്ചിട്ട് മനസ്സില്ല എനിക്ക്. സാവിത്രിക്കുട്ടി, അച്ഛമാമ ധർമ്മസങ്കടത്തിലാക്കല്ലേ മോളെ. മോള് സ്വന്തം മോളായിരുന്നെങ്കിൽ പറയൂ അച്ഛമാമ. സാവിത്രിക്കുട്ടി സുഖമില്ലാതെ കിടപ്പാ. പറയണത് കള്ളമാണേലും അത് മുഖത്ത് നോക്കി പറയണോടോ നായരെ. തമ്പുരാനെ, വേണ്ട, വിശദീകരണം ആവശ്യമില്ല. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാമെന്നല്ലാതെ പ്രതാപവർമ്മയ്ക്ക് വടക്കേക്കരയ്ക്കുള്ള വരവുകൊണ്ട് ലാഭമൊന്നുമില്ല, ഇല്ലേ? ആയിക്കോട്ടെ, ഇത്തവണ കൂടി വിഡ്ഢിവേഷം കെട്ടിക്കോളാന്ന് സാവിത്രിക്കുട്ടിയോട് പറഞ്ഞേക്ക്. തിങ്കളാഴ്ച മദ്രാശിക്ക് മടങ്ങും. അതിനു മുമ്പ് സാവിത്രിക്കുട്ടി ഒരു തീരുമാനമെടുത്തില്ലെങ്കിൽ വടക്കേക്കര തറവാട്ടിലേക്കുള്ള തമ്പുരാന്റെ വരവ് നിൽക്കും. അതുകൊണ്ട് എന്താ ദൂഷ്യം ഉണ്ടാന്ന് അറിയാലോ അച്ഛൻ നേർക്ക്, ഇല്ലേ? തമ്പുരാനെ, ഇന്നോളം ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. എന്താ ഇപ്പൊ വേണ്ടേ? ഒരു പുടവ കൊടുക്കൂ എന്റെ കുട്ടിക്ക്, എന്നിട്ട് എന്താന്ന് വെച്ചാ ആയിക്കോളൂ. അപ്പോ എന്റെ ജത കൂടെ എരിയണത് കാണണം തള്ളയ്ക്ക്, അല്ലേ? തമ്പുരാനെ, അല്ലാതെ ഇപ്പൊ എന്തിനാ പ്രതാപവർമ്മ സാവിത്രിക്കുട്ടിക്ക് പുടവ കൊടുത്തോ കൊടുത്തില്ലേന്ന് ചോദിക്കണുണ്ടോ ആരേലും? ഈ തറവാടിന്റെ മാനം. ഓഹോ, അങ്ങനൊന്നുണ്ടോ വടക്കേക്കരയ്ക്ക്? അത് അച്ഛൻ നായർ പറഞ്ഞില്ലല്ലോ. ലക്ഷ്മി അമ്മ നടക്കാത്ത കാര്യങ്ങൾ ഒന്നും ചിന്തിക്കണ്ട.